പേരാമ്പ്രയിൽ ഇന്നലെ വലിയൊരു പ്രതിഷേധ സംഗമം UDF നടത്തിയിരുന്നു. ആ സംഗമത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. കണ്ടാൽ അറിയാവുന്ന 354 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ന്യായവിരുദ്ധമായി സംഘം ചേർന്നു, പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു, ഗതാഗത തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഷാഫി പറമ്പിലിനെതിരായ ആക്രമണത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നെങ്കിൽ ഇന്നും അതേപോലെയുള്ള ശക്തമായ പ്രതിഷേധം തുടരുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചത്. പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP ചികിത്സയിൽ തുടരുകയാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ പൂർത്തിയായ ഷാഫി ഇപ്പോൾ നിരീക്ഷണത്തിൽ. നന്ദഗോപാൽ വിശദാംശങ്ങളുമായി. നന്ദു, ഗുഡ് മോർണിംഗ്. നന്ദു, ഇന്നലെ പേരാമ്പ്രയിൽ മെനഞ്ഞാന്ന് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചൊരു വലിയ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നായിരുന്നു UDF പറഞ്ഞിരുന്നത്. അതിന് പക്ഷേ അനുമതി ഉണ്ടായിരുന്നില്ലേ പോലീസിന്റെ? ഇപ്പോൾ അനുമതിയില്ലാതെ അങ്ങനെ സംഘം ചേർന്നു എന്നൊരു FIR ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ കേസെടുത്തതിന്റെ ഒരു സാഹചര്യം എന്താണ്? ഒപ്പം ഷാഫിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി? അതായത് ഇന്നലെ പെട്ടെന്നാണ് UDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സംഗമം നടന്നപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കേസ് എടുത്തിട്ടുള്ളത്. പോലീസ് ചേർത്തിരിക്കുന്ന വകുപ്പുകൾ അനുസരിച്ച് അന്യായമായി സംഘം ചേർന്നു എന്നുള്ളതാണ്. റോഡിൽ ഉൾപ്പെടെ സംഘം ചേർന്ന് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പേരാമ്പ്ര പോലീസ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് സംഘം ചേർന്ന് ഗതാഗത തടസ്സം സൃഷ്ടിച്ചത് എന്നുള്ളത് FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു, പോലീസിന് നേരെ മുദ്രാവാക്യം വിളിച്ചു, പോലീസിന് നേരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ FIR-ൽ ചേർത്തിട്ടുണ്ട്. ആളുകളെ മർദ്ദിച്ചു എന്നുൾപ്പെടെ ഈ FIR-ൽ പറയുന്നുണ്ട്. ഇത്തരം വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കണ്ടാൽ അറിയുന്ന 354 പേർക്കെതിരെ നിലവിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തത്. നേരത്തെ തന്നെ പ്രതിഷേധ സംഗമത്തിന് ഉൾപ്പെടെ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പല നടപടികളും അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇങ്ങനെ കേസെടുക്കാൻ കാരണമായി പോലീസിന്റെ FIR-ൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്നലെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രതിഷേധ സംഗമങ്ങൾ കൂടെ സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഷാഫി പറമ്പിലിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച തൃപ്തികരമാണ് എന്നുള്ളതാണ് മെഡിക്കൽ സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നു. മൂക്കിന് 2 വശത്തായാണ് പൊട്ടൽ സംഭവിച്ചിട്ടുള്ളത്. അതിന് അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിശ്രമം ആവശ്യമാണ്. കൂടുതൽ സന്ദർശകരെ അങ്ങോട്ട് അനുവദിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം മൂക്കിന് ശസ്ത്രക്രിയ കഴിഞ്ഞതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിനും മറ്റും ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് സന്ദർശകർക്ക് വിലക്കുള്ളത്. ഏതായാലും പ്രമുഖ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഇന്നും ഷാഫി പറമ്പിലിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ളത് കൂടി അറിയുന്നുണ്ട്. അതേസമയം CPM ഇപ്പോഴും പോലീസിന്റെ ആക്രമണത്തെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ പോലും ഈ തരത്തിൽ പോലീസിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോയാൽ ഇതൊക്കെ കാണേണ്ടി വരും, ഇത്തരത്തിലുള്ള നടപടികളൊക്കെ നേരിടേണ്ടി വരുമെന്ന് MV ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ പോകാൻ CPM തയ്യാറല്ല. CPM പ്രതിഷേധത്തിന് പകരം ഒരു വിശദീകരണ സദസ്സ് ഉൾപ്പെടെ നടത്താനുള്ള ഒരു തീരുമാനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ CPM-ന്റെ ഭാഗത്തു നിന്നും ഇതിനെ നേരിടാനുള്ള നടപടികൾ, അതായത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ നേരിടാനുള്ള നടപടികൾ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്.